ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച മലയാളി അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിലെ ഇന്ത്യക്കെതിരായിട്ട് ശബ്ദിച്ചു. നമ്മുടെ പാകിസ്ഥാനുമായിട്ട് നമ്മൾ നടത്തുന്ന ഓപ്പറേഷൻ സിന്ദൂർ അതിനെതിരെ അയാൾ പ്രതികരിച്ചു. അയാൾ സോഷ്യൽ മീഡിയയിലാണ് ഇപ്രകാരം പ്രതികരിച്ചത്. നാഗപ്പൂർ പോലീസ് ഇപ്പം സോമോട്ടോ ഇട്ടു. സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള കമന്റാണ്, ഓപ്പറേഷൻ സിന്ധുവിനെതിരായിട്ടുള്ള കമന്റാണ്. തീർച്ചയായിട്ടും രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ വരും. ഇന്ത്യൻ പീനൽ കോഡിലെ 153, 54 വകുപ്പുകളൊക്കെ ഇതിനകത്ത് വന്നാൽ ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസ്മെന്റ് കൊടുക്കാം. കാരണം അതിനി അയാൾക്ക് ഡിലേ ചെയ്യാൻ കഴിയില്ല. കാരണം അയാള് സോഷ്യൽ മീഡിയയിലാണ് പ്രതികരിച്ചത്. റിയാസ് സലീം, ബിഗ് ബോസ് താരമായ റിയാസ് സലീം മാപ്പ് പറഞ്ഞ് തടി ഊരാൻ ശ്രമിച്ചിട്ടും റിയാസ് സലീം അടപടലം മൂഞ്ചിയ മട്ടാണ്. നിന്ന് മൂത്രമൊഴിക്കുന്ന രീതിയിലേക്ക്, പേടിച്ച് നിന്ന് മൂത്രമൊഴിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. റിയാസ് സലീമിന് 8ന്റെ പണി കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നമ്മൾ ഈ കേട്ടത് മലയാളിയായ ഒരാൾ നാഗ്പൂർ സെയിം, അതായത് റിയാസ് സലീം ചെയ്ത് അതുപോലത്തെ സെയിം തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെട്ട ഒരാളാണ്. ഡെത്ത് പെനാൽറ്റി പോലും കിട്ടിയേക്കാം. ആലോചിക്കുക, അതായത് അത്രയും ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഈ റിയാസ് സലീം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു തീവ്രത ഈ അപരാധിമോ മനസ്സിലാക്കിയില്ല. റിയാസ് സലീമിനെ കുറിച്ച് ഇതിനു മുമ്പും പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, വീഡിയോ ഒക്കെ ഒരുപാട് റിയാസ് സലീമിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഈ രീതിയിലുള്ള ഒരു അപരാധിത്തരം ഈ നാറിമോൻ കാണിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. കാരണം ഇവന് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, ഏറ്റവും മിടുക്കനാണെന്ന് സ്വയം ശടിക്കുന്ന, മറ്റുള്ളവരെ അവഹേളിക്കുന്ന, ഏതൊരു വ്യക്തിയെയും പുച്ഛിക്കുന്ന ഒരു പ്രകൃതത്തിന് ഉടമയാണ് ഈ റിയാസ് സലീം. ആ റിയാസ് സലീം ഈ വിഷയത്തിൽ ഈ രീതിയിൽ പ്രതികരിച്ചത് അങ്ങേയറ്റം തെമ്മാടിത്തരമായി പോയി. ഇവന്റെ കാരണം പോയിക്കാൻ ആളുകളിലായിട്ടാണ്. അത് മാത്രമല്ല, ഇവൻ വീണടത്ത് കിടന്ന് ഉരുളാനും ശ്രമിച്ചു. അതായത് ഇവൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇവൻ പറഞ്ഞതിന്റെ തീവ്രത എന്ന് ആലോചിച്ച് നോക്കുക. മിലിറ്ററിയെ സകല ആളുകളും ഇന്ത്യൻ മിലിറ്ററിയെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മിലിറ്ററിയെ അഭിനന്ദിക്കുന്നില്ല, അഭിനന്ദിക്കാൻ തക്കവണ്ണം ഒന്നും അതിൽ കാണുന്നില്ല, അഭിനന്ദിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഇതിൽ പരം എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഇന്ത്യൻ പൗരൻ ഇന്ത്യൻ മിലിറ്ററി അവഹേളിക്കുക? ഇനിവേ ഇവന്റെ ഭാഗത്തു നിന്ന് എത്ര തെറ്റുണ്ട്. അതിനുശേഷം ഇവൻ നടത്തിയ ഒരു പരിപാടി, അത് തന്നെയാണ് ഇവന്റെ ഒരു കുടില ബുദ്ധി. അതിനുശേഷം ഈ പറഞ്ഞ വാക്കുകളൊന്നും നിങ്ങൾ കേൾക്കുക. So since morning, I think I might have received like 400 plus DMs where both men and women telling me to go back to Pakistan. No comments, but the only thing that should be leaving this country at this point of time is your rotted brain and your Islamophobia, probably because my name is Riaz Salim and I said no innocent life should be taken. And your Islamophobia, probably because my name is Riaz Salim and I said no innocent life should be taken. അതായത് ഈ പരമനാർ ചെയ്ത പരിപാടി, ഇത് ഇസ്ലാമോ ഫോബിയ പിടിച്ച ആളുകളാണ് തന്നെ വിമർശിച്ചതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഇവൻ ഏതെങ്കിലും ഒരു മതത്തിന്റെ വക്താവോ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവനോ ഇവനൊരു ദൈവവിശ്വാസിയോ അല്ല. നാളെ ഇതുവരെ ഇവന്റെ ഒരു പ്രവൃത്തിയിൽ നിന്നും അത് തോന്നിയിട്ടില്ല. ഇവനെങ്ങനെ പെണ്ണുങ്ങളുടെ കൂടെ ആണുങ്ങളുടെ കൂടെ ഹോട്ടലുകളായ ഹോട്ടലുകൾ ലിപ്സ്റ്റിക് അടിച്ചും സെക്സ് ടോയ്സിന് പരസ്യം കൊടുത്തും ഇങ്ങനെ കുന്തളിച്ച് നടക്കുന്ന ഒരുത്തനാണ്. അല്ലാതെ ഇവൻ എന്ത് സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിലാണ് ഇതുവരെ ഇടപെട്ടിട്ടുള്ളത്? ഏതെങ്കിലും ഒരു സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ ഈ നാറി ഇടപെട്ടിട്ടുണ്ടോ? ഇവന് ഇപ്പോഴെന്താണ് ഈ ഒരു സൂക്കേട് ഉണ്ടാവേണ്ട ആവശ്യം എന്താണ്? അതായത് ഇവൻ അങ്ങ് നല്ലവനാവാൻ ശ്രമിച്ചു. ഇവൻ വലിയൊരു ഹ്യൂമാനിറ്റി ഉള്ള ഒരു മനുഷ്യനാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കണം. ഇതിനു മുമ്പ് ഇവൻ പല കാര്യങ്ങളും പറഞ്ഞ് ഏറിൽ പോയിട്ടുണ്ട്. ഇപ്പോഴും വിചാരിച്ച് ഇവൻ എങ്ങനെ പറയുമ്പോഴത്തേനും ഇവൻ, അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി ഈ പറഞ്ഞ സോ കോൾഡ് സിനിമാ താരങ്ങളും പൊളിറ്റീഷ്യൻസും ഒക്കെ അടക്കമുള്ള ആളുകൾ ഇന്ത്യൻ മിലിറ്ററിയെ പ്രകീർത്തിക്കുമ്പോൾ താനൊന്ന് വ്യത്യസ്തനായി നിന്നേക്കാമെന്ന് ഈ അപരാധി മോൻ ചിന്തിച്ചു. അതുകൊണ്ട് ഇപ്പൊ എന്താ 8ന്റെ പണി തന്നെ 154, 156 വകുപ്പുകൾ, ഡെത്ത് പെനാൽറ്റി വരെ. ഇവന് മിനിമം 6 വർഷമെങ്കിലും ശിക്ഷ കൊടുക്കണം. അതിനുശേഷം ഈ അപരാധി മോനെ ഇന്ത്യൻ മിലിറ്ററിയിൽ കൊണ്ടുപോകണം. അവരുടെ തുണി ഇവനെ കൊണ്ട് കഴിപ്പിക്കണം. അവരുടെ ചേടുവേല ഇവനെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഇന്ത്യൻ മിലിറ്ററി എന്താണെന്ന് ഈ നാറിക്ക് കാണിച്ചു കൊടുക്കണം. അല്ലാതെ ഈ ഹോട്ടലുകളിൽ റൂമിൽ കയറി ഇരുന്നിട്ട് ലിപ്സ്റ്റിക് അടിക്കലും പുട്ടിയടിക്കലും അല്ല മിലിറ്ററി എന്നുള്ള കാര്യം അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. 100% പണി കിട്ടുമെന്ന് ഉറപ്പായപ്പോ ഈ പരനാറി ഒരു പരിപാടിയുടെ ചെയ്തൊരു മാപ്പൂടങ്ങ് പറഞ്ഞ് താഴെ ജയ്ഹിന്ദു നമ്മുടെ വെച്ച് ആലോചിച്ചൊക്കെ അവന്റെ കുബുത്തി. Over the past day, I have witnessed a wave reaction to something I shared. Someone even calling me anti-national that truly hurt. അതായത് ഇവൻ പറയുന്നത് ഇവനെ വലിയ രീതിയിൽ ഇത് ഹെർട്ട് ചെയ്തു. ഇവനെ ആന്റി നാഷണൽ വിളിച്ചത്. എടാ അപരാധി മോനെ, ഇന്ത്യൻ മിലിറ്ററി ഈ രീതിയിൽ അവഹേളിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അവഹേളിക്കുന്നവനെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? രാജ്യസേവകൻ എന്ന് വിളിക്കണോ? ഞാനെപ്പോഴും രാജ്യത്തിന്റെ കൂടെയാണ്. രാജ്യത്തിന്റെ കൂടെ സ്റ്റാൻഡ് ചെയ്യാനും മിലിറ്ററിയെ അഭിനന്ദിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ജയ് ഹിന്ദ്, റിയാസ് സലീം.
ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഈ പരനാറി. അതായത് ഇവര് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായി, അടി എണ്ണേണ്ടി വരും, 6 വർഷമെങ്കിൽ ശിക്ഷ കിട്ടേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോ നേരെ പ്ലേറ്റങ്ങ് മറിച്ച്. ഇവന്റെയൊക്കെ ആ ഉള്ളിലിരിപ്പ് നോക്കുക. ഇവന്റെ സ്റ്റാൻഡ് എന്താണ്? അപ്പോ ഇവൻ എന്താണ് ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാത്ത? പറഞ്ഞ സ്റ്റാൻഡിൽ ഞാൻ ഹ്യൂമാനിറ്റിയുടെ കൂടെ നിൽക്കുകയാണ്, യുദ്ധത്തിനെതിരാണ് എന്ന് പറഞ്ഞൂടെ? പണി കിട്ടുമെന്ന് അവൻ ഉറപ്പായി. അതായത് ഈ രീതിയിൽ ഇന്ത്യൻ മിലിറ്ററി അവഹേളിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷ എന്താണെന്നുള്ള ഒരു ബോധ്യം ഇത്രയും ബുദ്ധിമാനായി അറിവിന്റെ ഭണ്ഡാരമായ ഈ റിയാസ് സലീം എന്ന് പറയുന്ന അപരാധിക്ക് അറിയില്ലായിരുന്നു. അത് തന്നെ നാണക്കേട്. ആകാശത്തിന്റെ കീഴിൽ എന്തിനെക്കുറിച്ചും അറിവുണ്ടെന്ന് ധരിക്കുന്ന, എല്ലാവരെയും പുച്ഛിച്ചും പരിഹസിച്ചും തള്ളുന്ന റിയാസ് സലീമിന് ഇതറിയില്ല എന്നുള്ളത് വളരെ നാണക്കേടാണ്. ആക്ച്വലി ഈ തെണ്ടിക്ക് അറിയാവുന്ന ഏക കാര്യങ്ങളിൽ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡുകളും ഈ പറഞ്ഞ സെക്സ് ടോയ്സിന്റെ കണക്കുകളൊക്കെ മാത്രമാണ്, അതിന്റെ അളവുകളും കണക്കുകളൊക്കെയാണ്. അല്ലാതെ ഇവന് ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ല. ബാക്കിയെല്ലാം ഇവന്റെ നാട്യങ്ങളാണ്. പിന്നെ ഇംഗ്ലീഷിൽ ഇവനെ കുറിച്ച് സംസാരിക്കാൻ അറിയാം എന്നുള്ളത് ഒഴികെ വേറെ ഒന്നും ഇവന് അറിയത്തില്ല. പുറംലോകമായിട്ട് ഇവനൊരു ബന്ധമില്ല. ഇവൻ ഈ പറഞ്ഞാണ് ഹോട്ടൽ റൂമുകളിൽ കയറി ലിപ്സ്റ്റിക് ഇടുക, മറ്റു ചില കലാപരിപാടികൾ നടത്തുക, അതൊക്കെയാണ് ഇവന്റെ പരിപാടി. ഇവൻ ഇത് തന്നെ ചെയ്തുകൊണ്ട് അങ്ങ് ഇരുന്നാൽ പോരായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇതുപോലെ പ്രമാദമായ വിഷയങ്ങൾ എന്തിനാണ് അഭിപ്രായം പറയാൻ വന്നത്? അറിയില്ലെങ്കിൽ അറിയില്ലെന്നങ്ങ് വെക്കണം, അവന്റേതായ വഴിക്ക് പോകണം. അതുപോലെ തന്നെ വേറൊരു പ്രമുഖ നടി മറീന മൈക്കിൾ എന്ന് പറഞ്ഞിട്ട് അതിനോടൊക്കെ അഭിപ്രായം ചോദിക്കാൻ പോകുന്നവരാണ് അടിക്കാൻ. ഏക്കും പൂക്കും അറിയത്തില്ല. ഇതുപോലെ അഭിപ്രായം ചോദിച്ചപ്പോൾ യുദ്ധം വേണ്ട, ഇന്ത്യൻ മിലിറ്ററി അവഹേളിക്കുന്ന രീതിയിൽ പറഞ്ഞു. തൊട്ട് പിറ്റേന്ന് തന്നെ വാപ്പ് പറഞ്ഞു, പൊട്ടിക്കരഞ്ഞ് വാപ്പ് പറഞ്ഞു. പണി കിട്ടുമെന്ന് മനസ്സിലായി. ഇതുപോലെ റിയാസ് സലീമിനെ പോലുള്ള നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ അവഹേളിക്കുന്നവരുണ്ട്. എടാ റിയാസ് സലീമെ, ഇത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ നീ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ചത് ഈ പറഞ്ഞ ഖുറേഷി എന്ന് പറയുന്ന ഒരു മുസ്ലിം വനിതയാണ് ഈ യുദ്ധത്തിന് മുന്നിൽ നിന്ന് നയിച്ചത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഒരേ യൂണിറ്റിൽ നിന്ന് ഈ വിഷയത്തെ കാണുമ്പോൾ നിന്നെ പോലുള്ള അപരാധികൾ ഈ രീതിയിൽ വിഘടനവാദവുമായി വരുന്നത് അങ്ങേയറ്റം തെമ്മാടിത്തരം തന്നെയാണ്. റിയാസിനെ പോലുള്ള ആളുകളെ, അല്ലെങ്കിൽ ഈ റിയാസ് സലീമിനെ ഇന്ത്യൻ മിലിറ്ററി എന്താണെന്ന് ഒരിക്കലെങ്കിലും ഈ നാറിയെ കൊണ്ട് കാണിച്ചു കൊടുക്കണം. ഒരാഴ്ച ഇവനെ അവിടെ കൊണ്ട് പണിയെടുപ്പിക്കണം, ട്രെയിനി ആയിട്ട്. ഒരു ജവാന്റെ ജീവിതം എന്താണ്, രാജ്യത്തിന് വേണ്ടി മിലിറ്ററി ചെയ്യുന്നത് എന്താണെന്ന് ഇവനൊന്ന് മനസ്സിലാക്കി കൊടുക്കണം ഈ പരനാറിക്ക്. പുട്ടിയും വിട്ട് ലിസ്റ്റിക്ക് ഇട്ട് ഹോട്ടലുകളിൽ കയറി ഇറങ്ങി എന്തെങ്കിലും അപരാധത്തരം വായി വന്ന് വിളിച്ചു പറയുന്നതാണക്കല്ല മിലിറ്ററിയുടെ പ്രവർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കി കൊടുക്കുക. തീർച്ചയായും അതാണ് ചെയ്യേണ്ടത്, പണിഷ്മെന്റ്. ഇവനെ നിരന്തരമായി ജയിലിലടച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവനെ ഒരു വർഷമെങ്കിലും അവിടെ പോയി ഒരു ട്രെയിനി ആയിട്ട് അവനെ നിർത്തുക, ഇവനെ കൊണ്ട് പണിയെടുപ്പിക്കുക, അവിടെ ഇവന് പണിഷ്മെന്റ് കൊടുക്കുക, ആ രീതിയിലൊരു വിധി കൊടുക്കുക. എനിവേ ഇതൊരു പാഠമാണ്. ഇതുപോലുള്ള അപരാധത്തരങ്ങൾ കാണിക്കുന്നവന്മാർക്ക് വലിയൊരു പാഠം തന്നെയാണ്. ഇതുപോലുള്ള അപരാധങ്ങൾ ഇനി ഒരുത്തനും കാണിക്കാൻ മുതിരാതിരിക്കട്ടെ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.